നമസ്കാരം സാർ. നമസ്കാരം. ബംഗ്ലാദേശ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ആഗോള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കുറച്ച് കാലമായിട്ടൊന്ന് കുറഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ ഈ ഷെയ്ഖ് ഹസീനയെ ഓടിക്കുകയും ഈ അവിടുത്തെ ദേശീയവാദികളെ മുഴുവൻ കലാപത്തിലൂടെ പുറത്താക്കിയിട്ട് ആത്യന്തിക മതമൗലികവാദികളും അമേരിക്കൻ പിന്തുണയുള്ള കുറേ കലാപകാരികളും ചേർന്നിട്ടാണ് ഷെയ്ഖ് ഹസീനയെ ഓടിച്ചത്. അവർക്കിപ്പോൾ ഇന്ത്യ അഭയം കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയിൽ എവിടെയുണ്ടെന്ന് പോലും നമുക്കിപ്പോൾ പുറത്ത് വിട്ടുകൂടാ, അവരുടെ സുരക്ഷാ പ്രശ്നം കാരണം. പക്ഷേ ബംഗ്ലാദേശ് അതിവേഗം പാഠം പഠിക്കുകയാണെന്ന് വേണം കരുതാൻ. ബംഗ്ലാദേശിൽ ഈ മുഹമ്മദ് യൂനുസിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് യൂനുസിൻ്റെ നിഴലിൽ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്രവാദികൾക്ക്, അടിസ്ഥാന ഈ പരമായി മൗലികവാദികൾക്ക് ഭരണം കൈയാളാൻ അവസരം കൊടുത്തത് വലിയ പാപമായി എന്ന് ആദ്യം തിരിച്ചറിയുന്നത് ഷെയ്ഖ് മുജീബ് റഹ്മാൻ തന്നെ സ്ഥാപിച്ച അവിടുത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. ആ വിദ്യാർത്ഥി സംഘടന തിരിച്ചു വരാൻ ഒരുങ്ങുകയും അവർ ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊണ്ടുവരണം എന്നതുൾപ്പെടെയുള്ള നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള കലാപങ്ങൾക്ക്, സമരങ്ങൾക്ക് അവർ തുടക്കം കുറിക്കുന്നു എന്നാണ് വാർത്ത, അല്ലേ? അങ്ങനെയല്ല. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ഇതിൽ ഇവർ ഛത്ര ലീഗ് ഈ ഛത്ര ലീഗ് വന്നിട്ട് അത് അവർ സോഷ്യൽ മീഡിയയിലാണ് ഓർഗനൈസ് ചെയ്തത്. ഇപ്പോൾ റീഓർഗനൈസ് ചെയ്യണം. അവരെ നിരോധിച്ചതായിരുന്നോ? അല്ലല്ലല്ല, അവർ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു. അതിൽ നിന്ന് അവർ തെറ്റിപ്പിരിഞ്ഞു വരുന്നതാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, അവർ ജനാധിപത്യം വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പം ജനാധിപത്യം ഇല്ല. അപ്പോൾ ഇപ്പോൾ അഡ്വൈസർ ഭരണം പറ്റില്ല. ജനാധിപത്യം ഏറ്റവും വേഗത്തിൽ കൊണ്ടുവരണം, തെരഞ്ഞെടുപ്പ് നടത്തണം. ഇതിൽ ഒരു കാര്യമുള്ളത്, ഈ അമേരിക്കൻ താല്പര്യം എന്ന് പറഞ്ഞതിലൊരു ചെറിയ തിരുത്തുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോർജ് സോറസിൻ്റെ താല്പര്യമാണ്. ജോർജ് സോറസ് അമേരിക്കൻ താല്പര്യമല്ല. ജോർജ് സോറസ് ക്ലിൻ്റനെതിരാണ്, ട്രംപിനെതിരാണ്. ട്രംപിനെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുമെന്ന് പറഞ്ഞ്, മോദിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുമെന്ന് പറഞ്ഞ് വളരെ അഹങ്കാരിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അലക്സാണ്ടർ സോറോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയിലുണ്ടായ മൂത്ത മകൻ. ആ രണ്ടാം ഭാര്യയിലുണ്ടായ മൂത്ത മകൻ അലക്സാണ്ടർ സോറോസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ലോകത്തുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പണം കൊടുക്കാനായിട്ടാണ്. അങ്ങനെ അലക്സാണ്ടർ സോറോസ് പണം കൊടുത്തു ഉണ്ടാക്കിയെടുത്തതാണ് ഢാക്കയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം. കലാപം വ്യാപാരമാക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അവിടം കൊണ്ടും തീരുന്നില്ല. അലക്സാണ്ടർ സോറസ് ഇത് ചെയ്ത സമയത്ത് ഈ ജോർജ് സോറോസിൻ്റെ ആപ്തമിത്രമാണ് മുഹമ്മദ് യൂനസ്, അച്ഛൻ. അവിടം കൊണ്ടും തീരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മറ്റൊരാപ്തമിത്രമാണ് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള നമ്മുടെ അമർത്യ സെൻ. അപ്പോൾ അതിൻ്റെ വേരുകൾ ഇന്ത്യയിലുണ്ട്. അമർത്യ സെൻ. ജോർജ് സോറസ് ഒരു ചെറിയ മീനേ അല്ല. അദ്ദേഹം ഈ സത്യത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. സത്യം നമുക്ക് നമ്മുടെ സൗകര്യമനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം എന്ന് കരുതുന്ന ഒരാളാണ്. അത് നമുക്ക് കാലാകാലങ്ങളിൽ ചെറിയ കാലത്തേക്ക് ഉപയോഗിക്കുകയും അത് കഴിഞ്ഞ് അതിനെ തള്ളിക്കളയുകയും ചെയ്യാം എന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. അല്ലാതെ സനാതനം എന്ന് പറയാവുന്നതോ നിത്യം എന്ന് പറയാവുന്നതോ സത്യമില്ല. സത്യം ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുക്കാം, നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയാം. നമ്മൾ മനസ്സുകൊണ്ട് സത്യം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ അത് വിജയിച്ച ഒരാളാണ്. അതിൽ അദ്ദേഹം സമ്പന്നനായത് മുഴുവനും ഈ ബിസിനസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് മുഹമ്മദ് യൂനുസും അമർത്യ സെനും തമ്മിൽ വലിയ ആത്മബന്ധം ഉണ്ട് എന്നാണോ, നെക്സസ് ഉണ്ട് എന്നാണോ? അല്ല, മുഹമ്മദ് യൂനുസ് രണ്ടുപേരുടെ അച്ഛൻ സോറോസ് ആണെന്നാണ്. രണ്ടുപേരുടെയും ഗോഡ് ഫാദർ സോറോസാണ്. സോറോസിന് ആഗോള വ്യാപകമായി വലിയ സ്വാധീനമുണ്ട്. സോറോസാണ് ഈ വലിയ അവാർഡുകൾ, വലിയ ഫെല്ലോഷിപ്പുകൾ ഇതൊക്കെ നിശ്ചയിക്കുന്നത് സോറോസാണ്. അത് ചെറിയ കക്ഷിയല്ല അയാൾ. കാരണം കോടിക്കണക്കിന് ഡോളറുകൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അതിലാണ് അയാളുടെ ബിസിനസ് നടക്കുന്നത്. അപ്പോൾ ഇത് ബംഗ്ലാദേശിലെ അടിസ്ഥാന വർഗത്തിന് എന്ന് വെച്ചാൽ അവിടുത്തെ ദേശീയവാദികളായ അവാമി ലീഗിന് അല്ല, അതിനെ മാറ്റിയിട്ട് ഒറ്റ ദിവസം ഇത് എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് ബംഗ്ലാദേശിലുണ്ടായിരുന്നത്.
ആ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ പുറത്താക്കിയിട്ട് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ അതിൻ്റെ അധികാരം പിടിച്ച ആളാണ് മുഹമ്മദ് യൂനസ്. അല്ലാതെ അയാളൊരു ഹീസ് എ പൊല്യൂട്ടൻറ്റ്. അയാളൊരു പൊല്യൂട്ടൻ്റാണ്. സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സമാധാനത്തിനല്ല നോബൽ പ്രൈസ് കിട്ടിയത്. അല്ല, അയാൾക്ക് ഫൈനാൻസിനാണോ? മൈക്രോ ഫൈനാൻസ് അല്ല, ഇക്കണോമിക്സിനും അല്ല. അവിടെ എന്ന് വെച്ചാൽ അവിടെ ഇത് മൈക്രോ ഫൈനാൻസിങ് നടത്തിയതിന് കിട്ടിയതാണ് അയാൾക്ക്. പക്ഷേ കൊടുത്തത് സമാധാനത്തിൻ്റെ പേരിലായിരിക്കും. ഇതായിരുന്നു അയാളുടെ പേര്. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. 10% പണം വാങ്ങിച്ചിട്ട് 30% കൊടുത്ത് കാശുണ്ടാക്കുന്ന ഒരു രീതി എന്നൊക്കെയുള്ള ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ മറ്റേ ഇസാഫ് എന്നൊക്കെ പറയുന്നതൊക്കെ പോലെയുള്ള ഒരു ബാങ്കാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ജൂനിയർ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന കക്ഷി, അവർക്ക് ജനാധിപത്യം വേണം. ഈ ജനാധിപത്യത്തിനൊരു പ്രശ്നമുണ്ട്. ഒരിക്കൽ അത് അനുഭവിച്ച ഒരു ജനത പിന്നീട് അതില്ലെങ്കിൽ പറ്റില്ല. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ജനാധിപത്യത്തിന് അങ്ങനെ ഒരു വലിയൊരു ഗുണവുമുണ്ട്, അതിൻ്റെ ദോഷവുമുണ്ട്. ഇപ്പോൾ ഇറാനിലൊക്കെ ആ പ്രശ്നം വരും. തീർച്ചയായിട്ടും വരും അല്ലേ? കാരണം ജനാധിപത്യം ഒരിക്കൽ എൻജോയ് ചെയ്തതാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് എൻജോയ് ചെയ്തതാണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എൻജോയ് ചെയ്തതാണ്. അത് കേട്ട് വരുന്ന സമയത്ത് ഇത് മനുഷ്യൻ്റെ ഒരു ഇന്നർ എനർജിയാണല്ലോ, ഇന്നർ അർജാണല്ലോ. അപ്പോൾ അത് വരും. അതാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇപ്പോൾ സോറസ് എന്ത് നിലപാടെടുക്കും? സോറസിന് ഇപ്പോൾ വയ്യ. അലക്സാണ്ടർ സോറസ് ഇതിനെയും സഹായിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ശരി, കലാപം മറ്റവനെ മാറ്റിയാൽ മതിയല്ലോ. ഇയാൾക്ക് എന്ത് താല്പര്യം? ഇനിയിപ്പോൾ ഇയാൾക്ക് ഇതുകൊണ്ട് കിട്ടിയേക്കണത് ഏതെങ്കിലും ഒരു കമ്പനികളുടെ ഷെയർ മാർക്കറ്റിൽ വലിയ നേട്ടമോ ഇടിവോ സംഭവിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പുള്ളി കോടികൾ കൊണ്ടിട്ടുണ്ട്. ആദ്യം പുള്ളി പൊളിച്ചത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെയാണ്. ഒറ്റ ആഴ്ച കൊണ്ടാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ പൊട്ടിച്ചെടുത്തത്. ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നുണ പ്രചരിപ്പിച്ച് അവിശ്വസനീയമാക്കി. ആളുകൾ നേരെ പോയിട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് ഭരണകൂടങ്ങളെ സ്ഥാപിക്കാനും തകർക്കാനും കഴിയുന്ന വിധത്തിൽ ശരിക്കും സാമ്പത്തിക സ്ഥാപനങ്ങളെയാണ്, വലിയ വ്യാപാര സ്ഥാപനങ്ങളെയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഇയാൾ വലിയ രീതിയിലുണ്ടാക്കും. $1 മില്യൺ അയാൾക്ക് ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തകർന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയത്. അവിടെ നിന്നാണ് പുള്ളി ഈ സാമ്രാജ്യം മുഴുവൻ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ ഛത്ര ലീഗ് എങ്ങനെ നീങ്ങും എന്നാണ് സാർ പ്രതീക്ഷ? ഛത്ര ലീഗ് ജനാധിപത്യം കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ലാതെ വരും. അവാമി ലീഗിൻ്റെ സ്റ്റുഡൻസ് വിങ് അല്ലേ അത്? അവാമി ലീഗ് ഇതിൽ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ പുതിയതായിട്ട് രൂപപ്പെട്ട് വരുന്നൊരു സാധനം. പണ്ട് ഛത്ര ലീഗ് തന്നെയല്ലേ പേര്? പണ്ട് വേറെ എന്തോ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ട്. അത് ഇതിൻ്റെ പേരാണോ എന്ന് എനിക്കറിയില്ല, വെരിഫൈ ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇവരിപ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി പ്രക്ഷോഭം തുടങ്ങി. യൂനുസിനും കൂട്ടർക്കും എതിരായിട്ട്. അല്ല, ഇലക്ഷൻ നടത്തണമെന്നാണ് പറയണത് വാദം. ഇലക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഇരിക്കുന്ന അഡ്വൈസേഴ്സ് ആരും യൂനസടക്കം ആരും ജയിക്കില്ല. പക്ഷെ വീണ്ടും ചോര ചിന്തുന്ന ഒരു ബംഗ്ലാദേശിനെ കാണേണ്ടി വരില്ലേ സാർ കുറേ കാലം? അല്ല, അത് വേണ്ടി വരും, അത് സംഭവിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ വേറൊരു കാര്യമുണ്ട്. അവിടുത്തെ പട്ടാളത്തിനും അറിയാം. കാരണം ജനാധിപത്യത്തിൻ്റെ ശക്തി പട്ടാളത്തിന് അസലായിട്ട് അറിയാം. പാകിസ്ഥാൻ പോലെ അല്ല. പട്ടാളത്തിന് മേധാവിത്വം ഇല്ല എന്ന് തോന്നുന്നു. ഇല്ല, പട്ടാളത്തിന് മേധാവിത്വം ഇല്ല. റിലീജിയനും മേധാവിത്വം ഇല്ല. അതില്ല. ശരിയാ, ഡെമോക്രാറ്റിക്കാണ്. അപ്പോൾ ജനാധിപത്യം രുചിച്ചിട്ടുള്ള ബംഗ്ലാദേശാണ്. അത് ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരും തീർച്ചയായിട്ടും. അതിന് ഞാൻ പറയാം, ജനാധിപത്യത്തിന് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെങ്കിലും ഇന്ന് ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഭരണ സമ്പ്രദായം ജനാധിപത്യം തന്നെ. മറ്റൊന്ന് പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും അതാണ്. ഈ വാളെടുത്തവൻ വാളാൽ അത് തന്നെയാണ് ഇപ്പോൾ ഇയാൾക്ക് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഒന്നാമത് ഇങ്ങർക്ക് ഭരിക്കാൻ അറിയില്ല. മുഹമ്മദ് യൂനുസിന് പണി അറിയില്ല. ആ പണി അറിയില്ല. അയാൾ എന്താ ചെയ്യണമെന്ന് ഒരാൾക്കും അറിയില്ല. പിന്നെ അവിടെ വെച്ചിരിക്കുന്ന ആരൊക്കെയാണ്? അരാഷ്ട്രീയക്കാരെയാണ് വെച്ചിരിക്കുന്നത്. അവർക്ക് ആർക്കും ജനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഫണ്ടമെന്റൽസ് ആണ് അവരുടെ നയം രൂപീകരിക്കുന്നത്. പിന്നെ അവരെ സഹായിക്കുന്ന ആരാണ്? ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്ത് ഇസ്ലാമിയെ പോലെ ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പ്രസ്ഥാനം വേറെ ഇല്ല എന്നുള്ള കാര്യം അതിനറിഞ്ഞ എല്ലാവർക്കും അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും അവർ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ബംഗ്ലാദേശ് വൈകാതെ ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ ബംഗ്ലാദേശ് ഏറെ താമസിയാതെ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരും. വേറെ വഴിയില്ല. കാരണം ഒരിക്കൽ ജനാധിപത്യം അനുഭവിച്ച ഒരു ജനത അത് ഉപേക്ഷിക്കില്ല.
ദൂരെ ഇരുന്നാണെങ്കിലും ജനാധിപത്യത്തെക്കുറിച്ചുള്ള വലിയൊരു പ്രതീക്ഷ. കാരണം ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇവർ ആരോട് പോയി പറയുമെന്ന് ഒരു പ്രശ്നമുണ്ട്. ആരോട് പോയി പറയും? ഷെയ്ഖ് ഹസീനയെ തന്നെ അവർ പൂവിട്ട് പൂജിച്ച്. അല്ല, ഷെയ്ഖ് ഹസീന വരുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചൊന്നും അത് അല്ലെങ്കിൽ ജനാധിപത്യം വരും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്ക് എന്തൊക്കെയായാലും രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ഒരു ഗുണമുള്ളത് ഒരു ജനകീയ പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് പറയാമല്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ താൻ പരിഹരിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാമല്ലോ. ഇപ്പോൾ ആരോട് പറയും? യെസ്, ബുദ്ധിജീവികളെ കൊണ്ട് വല്ല കാര്യം ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടായി? തീർച്ചയായിട്ടും. അതെ അതെ, ലോകത്ത് ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് നമുക്ക് മുഹമ്മദ് യൂനുസിനെ മുൻനിർത്തി ചോദിക്കാം. അമർത്യ സെന്നിനോട് ആ ചോദ്യം ആവർത്തിക്കുകയും ചെയ്യാം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.